വെൽക്കം ടു മൈ ചാനൽ. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരം, അതിൻ്റെ സവിശേഷതകൾ, അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് ഫാക്ടേഴ്സ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ലാസ്സാണ്. ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തെ അറിയപ്പെടുന്ന പേരാണ് പാർലമെൻറ്റ് ഹൗസ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഭാരത് കാ സൻസദ്. ഇന്ത്യയുടെ പഴയ പാർലമെൻറ്റ് മന്ദിരം ഇനി മുതൽ അറിയപ്പെടുന്നത് സംവിധാൻ സദൻ എന്ന പേരിലായിരിക്കും. പഴയ മന്ദിരത്തിൻ്റെ ശില്പിയാണ് എഡ്വിൻ ലൂട്ടിൻസ് ആൻഡ് ഹെർബർട്ട് ബേക്കർ. ഇവർ രണ്ടുപേരുമാണ് പഴയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ശില്പികളെന്ന് പറയുന്നത്. 1921 പഴയ പാർലമെൻറ്റ് മന്ദിരത്തിലെ പണി തുടങ്ങി. പിന്നീട് ഒരു 6 വർഷത്തിനൊക്കെ ശേഷം, അതായത് 1927 ജനുവരി 1 പണി പൂർത്തിയായി. ശേഷം 1927 ജനുവരി 18 പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം നടക്കുകയാണ്. ആ പഴയ മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം നടത്തിയത് അന്നത്തെ ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന ലോർഡ് ഇർവിൻ ആയിരുന്നു, അല്ലെങ്കിൽ ഇർവിൻ പ്രഭു ആയിരുന്നു ഉദ്ഘാടനം നടത്തിയത്. അടുത്തതായിട്ട് നോക്കാം, പഴയ പാർലമെൻറ്റും പുതിയ പാർലമെൻറ്റും തമ്മിലുള്ള കമ്പാരിസനാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്. പഴയ പാർലമെൻറ്റിൻ്റെ ശില്പികളെന്ന് പറയുന്നത് എഡ്വിൻ ലൂട്ടിൻസും ഹെർബർട്ട് ബേക്കറുമായിരുന്നു. എന്നാൽ പുതിയ പാർലമെൻറ്റിൻ്റെ ശില്പി ബിമൽ ഹസ്മുഖ് പട്ടേൽ. ഇദ്ദേഹത്തിനൊരു പ്രത്യേകതയുണ്ട്. 2019 ഇദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചിരുന്നു. 2019 പത്മശ്രീ കിട്ടിയ വ്യക്തിയാണ് ബിമൽ ഹസ്മുഖ് പട്ടേൽ. ഇനി നമുക്ക് വിസ്തീർണം നോക്കാം. ഏകദേശം 47,500 ചതുരശ്ര കിലോമീറ്ററാണ് പഴയ പാർലമെൻറ്റിൻ്റെ വിസ്തൃതി. പുതിയതിൻ്റേതാണെങ്കിൽ 64,500 ചതുരശ്ര കിലോമീറ്ററാണ്. അതും പുതിയ മന്ദിരത്തിൻ്റെ പ്രത്യേകത, അത് 4 നിലകളിലായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പഴയ പാർലമെൻറ്റിൻ്റെ ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ നിർമ്മാണ ചെലവെന്നൊക്കെ പറയുന്നത് 83 ലക്ഷമാണ്. എന്നാൽ പുതിയ പാർലമെൻറ്റിന് നോക്കുകയാണെങ്കിൽ കൂടി, അതായത് 971 കോടിയാണ്. ഇനി ആകൃതി അല്ലെങ്കിൽ ഷേപ്പ് നോക്കുകയാണെങ്കിൽ പഴയ പാർലമെൻറ്റിന് വൃത്താകൃതിയായിരുന്നു, എന്നാൽ പുതിയ പാർലമെൻറ്റിന് ത്രികോണാകൃതിയാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയാണ്, നമ്മുടെ പഴയ പാർലമെൻറ്റിൽ സെൻട്രൽ ഹാൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പുതിയ മന്ദിരം വന്നപ്പോഴത്തേക്കും സെൻട്രൽ ഹാളിന് പകരം ഇപ്പോൾ അവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഹാളാണ്. അതുപോലെ പഴയ പാർലമെൻറ്റ് മന്ദിരത്തിൽ 12 പ്രവേശന കവാടങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ പുതിയ മന്ദിരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ 3 പ്രവേശന കവാടങ്ങളാണ്, 3 എണ്ണമാണുള്ളത്. ആ 3 എണ്ണം ഏതൊക്കെയാണെന്ന് നമ്മൾ അടുത്ത പറയും. അപ്പോൾ നമുക്ക് ബാക്കി കാര്യം കൂടെ നോക്കാം. പാർലമെൻറ്റിന് സംയുക്ത സമ്മേളനം നടക്കുമല്ലോ. പഴയ പാർലമെൻ്റ് ആണെങ്കിൽ സംയുക്ത സമ്മേളനം നടക്കുന്നത് സെൻട്രൽ ഹാളിൽ വെച്ചാണ്. എന്നാൽ പുതിയ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം നടക്കുന്നത് ലോക്സഭാ ചേംബറിൽ വെച്ചാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം അറിഞ്ഞിരിക്കണം, ഈ പുതിയ ഫാക്ട്സ് അറിഞ്ഞിരിക്കണം. പഴയ പാർലമെൻറ്റ് മന്ദിരത്തിലെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 545, രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം 250. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടുത്തെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണമൊക്കെ കൂടി, രാജ്യസഭാ സീറ്റുകളുടെ എണ്ണവും കൂടി. ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 888ഉം രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം 384ഉം. അങ്ങനെ നമ്മുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ അവിടുത്തെ ടോട്ടൽ സീറ്റ് അല്ലെങ്കിൽ ആകെ സീറ്റുകളുടെ എണ്ണം 1272. ആ നമ്പരൊക്കെ ഓർത്ത് വെക്കുക. അതുപോലെ നമ്മുടെ പഴയ പാർലമെൻറ്റ് മന്ദിരത്തെ അറിയപ്പെടുന്ന പേരാണ്, ഇനി മുതൽ അറിയപ്പെടുന്നത് സംവിധാൻ സദൻ എന്ന പേരിലായിരിക്കും. എന്നാൽ പുതിയ മന്ദിരത്തെ അറിയപ്പെടുന്ന പേരാണ് പാർലമെൻറ്റ് ഹൗസ് ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇതിൻ്റെ മറ്റൊരു പേരാണ് ഭാരത് കാ സൻസദ് അല്ലെങ്കിൽ പാർലമെൻറ്റ് ഹൗസ് ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ നമ്മുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ 3 പ്രവേശന കവാടങ്ങളാണുള്ളത്. അതിൻ്റെ 3ൻ്റെയും പേരൊന്ന് അത്യാവശ്യം പഠിച്ചിരിക്കണം. ഒന്നെന്ന് പറയുന്നത് ഗ്യാൻ ദ്വാർ, ശക്തിദ്വാർ, പിന്നീട് കർമ്മദ്വാർ. ഗ്യാൻ ദ്വാർ, ശക്തിദ്വാർ, കർമ്മദ്വാർ. ഈ കർമ്മദ്വാറിന് ഒരു പ്രത്യേകതയുണ്ട്, അത് നമുക്ക് നോക്കാം. ഒഡീഷ കൊണാർക്ക് സൂര്യക്ഷേത്രത്തിലെ 24 ശിലാചക്രങ്ങളിലെ പ്രതിരൂപം ഈ കർമ്മദ്വാറിന് മുന്നിൽ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. അതെന്തായാലും ഓർത്ത് വെക്കുക. കർമ്മദ്വാറിൻ്റെ ഒരു
ഒരു പ്രത്യേകതയായിട്ട് തന്നെ പഠിച്ചിരിക്കുക. 24 ശിലാചക്രങ്ങളിലെ പ്രതിരൂപം അത് ഒഡീഷയിലെ കൊണാർക്ക് സൂര്യക്ഷേത്രത്തിലുള്ളതാണ്. അത് നമ്മുടെ കർമ്മദ്വാരന് മുന്നിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. അതുപോലെ നമ്മുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ രൂപകൽപ്പനയ്ക്ക് പ്രചോദനമായ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്ര മാതൃകയിലാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ പേരാണ് ചൗസത്ത് യോഗിനി മന്ദിർ. ചൗസത്ത് യോഗിനി മന്ദിർ. ഇത് മധ്യപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. മധ്യപ്രദേശിലാണ് ചൗസത്ത് യോഗിനി മന്ദിർ സ്ഥിതി ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ പ്രത്യേകത പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ രൂപകൽപ്പനയ്ക്ക് പ്രചോദനമായ മാതൃകയാണിത്. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ നിർമ്മാണ ചുമതല അല്ലെങ്കിൽ നിർമ്മിക്കാനുള്ള കരാർ ചുമതല ലഭിച്ചത് ടാറ്റ പ്രോജക്റ്റ് ലിമിറ്റഡിനാണ്. ടാറ്റ പ്രോജക്റ്റ് ലിമിറ്റഡ്. അതുപോലെ തന്നെ നമ്മുടെ ഈ മന്ദിരത്തിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഡിസൈനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഡിസൈൻ വർക്കൊക്കെ HCP ഡിസൈൻ അഹമ്മദാബാദാണ് ഏറ്റെടുത്തത്. HCP ഡിസൈൻസ് അഹമ്മദാബാദ്. ടാറ്റ പ്രോജക്റ്റ് ലിമിറ്റഡും HCP ഡിസൈൻ അഹമ്മദാബാദും മറക്കരുത്. അടുത്തായിട്ട് നോക്കാം, നമ്മുടെ മന്ദിരത്തിൻ്റെ ശില്പ ഗ്യാലറി രൂപകൽപ്പന ചെയ്തത് ജയ ജെയ്റ്റ്ലിയാണ് രൂപകൽപ്പന ചെയ്തത്. ജയ ജെയ്റ്റ്ലി. അടുത്തതായിട്ട് നോക്കാം, നമ്മുടെ പാർലമെൻറ്റ് മന്ദിരം, നമ്മുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ആ ഒരു നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റാണ് സെൻട്രൽ വിസ്ത പ്രോജക്റ്റ്. സെൻട്രൽ വിസ്ത പ്രോജക്റ്റ്. അപ്പോൾ സെൻട്രൽ വിസ്ത പ്രോജക്റ്റ് എന്തെന്നാൽ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ നിർമ്മാണ പദ്ധതിയാണ്. നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് 2019 ഈ പദ്ധതി പ്രഖ്യാപിച്ചത്. കേന്ദ്ര ഗവൺമെൻറ് 2019 പ്രഖ്യാപിച്ചു സെൻട്രൽ വിസ്ത പ്രോജക്റ്റ്. ഇനി സെൻട്രൽ വിസ്ത പ്രോജക്റ്റിൻ്റെ മറ്റു പ്രത്യേകതകൾ നമുക്ക് നോക്കാം. രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെ നീളുന്ന 3.5 കിലോമീറ്റർ, അതിൽ നമ്മുടെ ഭരണ തലസ്ഥാനവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളെ നവീകരിക്കുന്ന പദ്ധതിയാണ് സെൻട്രൽ വിസ്ത പ്രോജക്റ്റ്. ഇതിന് തറക്കല്ലിട്ട വർഷം എന്ന് പറയുന്നത്, തറക്കല്ലിട്ട വർഷം 2020 ഡിസംബർ 10 2020 ഡിസംബർ 10 രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെ നീളുന്ന 3.5 കിലോമീറ്റർ, അതിൽ നമ്മുടെ ഭരണ തലസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ഏതൊക്കെ സ്ഥാപനങ്ങളുണ്ടോ അതിനെയൊക്കെ നവീകരിക്കുന്ന പദ്ധതിയാണ് സെൻട്രൽ വിസ്ത പദ്ധതി. അടുത്തതായിട്ട് നോക്കാം, നമ്മുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരം ഉണ്ടല്ലോ, അതിൻ്റെ മുകളിൽ ഒരു അശോക സ്തംഭമുണ്ട്. ഈ അശോക സ്തംഭം നമ്മുടെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത വർഷം എന്ന് പറയുന്നത് 2022 ഈ അശോക സ്തംഭത്തിൻ്റെ ഉയരം നോക്കുവാണെങ്കിൽ അത് 6.5 മീറ്ററാണ്. 6.5 മീറ്ററാണ് ഈ അശോക സ്തംഭത്തിൻ്റെ ഉയരം എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ പുതിയ പാർലമെൻറ്റിൻ്റെ ആകെ ഉയരം എന്ന് പറയുന്നത് മറക്കരുത് 39.6 മീറ്ററാണ്. 39.6 മീറ്ററാണ്. അതുപോലെ നമ്മുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും 3 പ്രമേയങ്ങളെ അടിസ്ഥാനമാക്കിയാണ്, അല്ലെങ്കിൽ 3 തീംസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ആ 3 പ്രമേയങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് മയിൽ, പിന്നെ താമര, അടുത്തത് ആൽമരം. മയിൽ, താമര, ആൽമരം. ഇതിൽ നമ്മുടെ ലോക്സഭാ ചേംബറിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന പ്രമേയമാണ് മയിൽ. അതായത് മയിൽ എന്ന പ്രമേയത്തെ റെപ്രസെൻ്റ് ചെയ്താണ് ലോക്സഭാ ചേംബർ നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ താമര എന്ന പ്രമേയത്തെ റെപ്രസെൻ്റ് ചെയ്താണ് രാജ്യസഭാ ചേംബർ നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ നമ്മുടെ സെൻട്രൽ ലോഞ്ച് അല്ലെങ്കിൽ സെൻട്രൽ കോറിഡോർ എന്ന് പറയുന്നത് ആൽമരത്തെ പ്രമേയമാക്കിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കണം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, നമ്മുടെ പാർലമെൻറ്റ് മന്ദിരത്തിന് പ്രധാനമായിട്ടും 3 പ്രവേശന കവാടങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഗ്യാൻധാർ, ശക്തിദ്വാർ, കർമ്മദ്വാർ എന്നിങ്ങനെ 3 പ്രവേശന കവാടങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇതിനു പുറമെ 6 മൃഗങ്ങളുടെ മൺപ്രതിമകൾ ആ വാതിലിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ആ 6 മൃഗങ്ങൾ ഏതൊക്കെയാണ്? ഈ മൃഗങ്ങൾ എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനെയാണ് കാണിക്കുന്നത്? ഈ കാര്യം കൂടി നമുക്ക് നോക്കാം. ആ 6 മൃഗങ്ങളുടെ പേരെന്ന് നോക്കി. ആദ്യത്താണ് ഗജ. ഗജ എന്ന് വെച്ചാൽ നമുക്കറിയാം ആന. അപ്പോൾ ഗജ ആൻഡ് അശ്വ, അതായത് ആനയും കുതിരയും. ഈ ആനയും കുതിരയും അല്ലെങ്കിൽ ഗജവും അശ്വവും റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മുടെ ഭൂമി അല്ലെങ്കിൽ നമ്മുടെ എർത്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗരുഡ ആൻഡ് മക്കർ.
ഗരുഡൻ എന്ന് വെച്ചാൽ അറിയാലോ, പരുന്ത്. അതുപോലെ മക്കർ. അപ്പോൾ ഇത് രണ്ടും റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഇവർ ആകാശത്തൂടെയല്ലേ പറക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ആകാശം അല്ലെങ്കിൽ സ്കൈയാണ്. അതുപോലെ തന്നെ അടുത്തതായിട്ട് ശാർദുല ആൻഡ് ഹംസ. ശാർദുല എന്താണെന്ന് പറയാം. ഹംസ എന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ ഹംസം. അതുപോലെ ശാർദുല എന്ന് വെച്ചാൽ നമ്മുടെ പുരാണങ്ങളിലുള്ള ഒരു മൃഗമാണ് ശാർദുല. അങ്ങനെ ഈ ശാർദുലയും അതുപോലെ ഹംസവും ഇത് രണ്ടും റെപ്രസെൻ്റ് ചെയ്യുന്നത് ജലം അല്ലെങ്കിൽ വാട്ടറിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഭൂമി, ആകാശം, ജലം അല്ലെങ്കിൽ എർത്ത്, സ്കൈ, വാട്ടർ എന്നിവയെ റെപ്രസെൻ്റ് ചെയ്താണ് അല്ലെങ്കിൽ പ്രതിനിധീകരിച്ചാണ് ഈ 6 മൃഗങ്ങളെന്ന് പറയുന്നത്. ചെങ്കോൽ എന്ന് കേട്ടിട്ടില്ലേ? എന്താണ് ഈ ചെങ്കോൽ? അധികാര കൈമാറ്റത്തിൻ്റെ പ്രതീകമാണ് ചെങ്കോൽ. ചോള രാജാക്കന്മാരുടെ കാലത്ത് അവർ അധികാര കൈമാറ്റത്തിന് ഒരു ദണ്ഡ് കൈമാറുമായിരുന്നു. ബ്രിട്ടീഷുകാരിൽ നിന്നും നമ്മുടെ ഇന്ത്യക്ക് ഭരണം തിരികെ ലഭിക്കുന്നു എന്ന നിലയിൽ നെഹ്റുവിനും ഒരു ചെങ്കോല് കൊടുത്തു. അപ്പോൾ അധികാര കൈമാറ്റത്തിൻ്റെ പ്രതീകമാണ് ചെങ്കോൽ. അപ്പോൾ ചോള രാജാക്കന്മാരെന്നുള്ളത് ഓർത്തിരിക്കണം. ചോള രാജാക്കന്മാരുടെ കാലത്ത് അവർ അധികാര കൈമാറ്റത്തിന് ഒരു ദണ്ഡ് കൈമാറുമായിരുന്നു. അതേമാതിരി നമ്മുടെ ബ്രിട്ടീഷുകാരിൽ നിന്നും ഒരു ചെങ്കോൽ നെഹ്റുവിന് ലഭിച്ചിരുന്നു. അങ്ങനെ ചെങ്കോലിൻ്റെ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് അധികാരത്തിൻ്റെ ചെങ്കോൽ നമ്മുടെ പുതിയ പാർലമെൻറ്റിൽ എവിടെയാണ് സ്ഥാപിക്കുന്നതെന്ന് ചോദിച്ചാൽ ലോക്സഭാ സ്പീക്കറിൻ്റെ ഇരിപ്പിടത്തിനടുത്തായിട്ടാണ് ചെങ്കോൽ സ്ഥാപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ആ ചെങ്കോലിൻ്റെ മകുടം ഉണ്ടല്ലോ, ആ മകുട ഭാഗത്ത് ഒരു കാളയുടെ രൂപമാണ് എന്നതും കൂടി ഓർത്തു വെക്കണം. കാളയുടെ രൂപമാണ് ചെങ്കോലിൻ്റെ മകുട ഭാഗത്ത്. അതുപോലെ തന്നെ ഓർക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ സ്മരണാർത്ഥം ഒരു നാണയം പുറത്തിറക്കി. അതും 75 രൂപ നാണയമായിരുന്നു. 75 രൂപ നാണയമായിരുന്നു. ഈ 75 രൂപ നാണയത്തിലെ പാർലമെൻറ്റിൻ്റെ ചിത്രത്തിൻ്റെ മേൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പദം അല്ലെങ്കിൽ വാക്ക് ഏതാണെന്ന് ചോദിച്ചാൽ സൻസദ് സങ്കൽ എന്നാണ്. സൻസദ് സങ്കൽ എന്നാണ്. അപ്പോൾ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ സ്മരണാർത്ഥം പുറത്തിറക്കിയ നാണയം 75 രൂപയുടെ നാണയമാണ്. ആ നാണയത്തിലെ പാർലമെൻറ്റിൻ്റെ ചിത്രത്തിന്മേൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പദമെന്ന് പറയുന്നത് സൻസദ് സങ്കൽ എന്നാണ്. സൻസദ് സങ്കൽ. നമ്മുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ 2023 മാർച്ച് 28 ഒരു ഞായറാഴ്ചയാണ് ഉദ്ഘാടനം ചെയ്തത്. ആദ്യ സമ്മേളനം നടന്നത് 2023 സെപ്റ്റംബർ 19-നാണ്. 2023 സെപ്റ്റംബർ 19-നാണ് ആദ്യ സമ്മേളനം നടന്നത്. ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ആദ്യത്തെ ബില്ലെന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിരിക്കണം, അറിയേണ്ടതാണ്, വനിതാ സംവരണ ബില്ലാണ്. വനിതാ സംവരണ ബിൽ. നമ്മുടെ വനിതാ സംവരണ ബില്ലിനെ തന്നെയാണ് നാരി ശക്തി വന്ദൻ അധിനിയം എന്നറിയപ്പെടുന്നത്. നാരി ശക്തി വന്ദൻ അധിനിയം അല്ലെങ്കിൽ വനിതാ സംവരണ ബിൽ. ഈ വനിതാ സംവരണ ബില്ലാണ് നമ്മുടെ ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ആദ്യത്തെ ബില്ലെന്ന് പറയുന്നത്. ഈ വനിതാ സംവരണ ബിൽ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് നിയമമന്ത്രിയായ അർജുൻ റാം മേഘ്വാളാണ്. അപ്പോൾ വനിതാ സംവരണ ബിൽ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് അർജുൻ റാം മേഘ്വാളാണ്. അർജുൻ റാം മേഘ്വാൾ. അദ്ദേഹം കേന്ദ്ര നിയമമന്ത്രിയാണെന്നും കൂടി ഓർത്തു വെക്കുക. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.